അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ പഠനത്തെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ഓർത്ത് നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും ആകുലപ്പെടാറുണ്ട്. എത്ര പഠിച്ചിട്ടും ഓർമ്മ നിൽക്കുന്നില്ല എന്ന പരാതിയുമായി കുട്ടികൾ വരുമ്പോൾ അവരെ സഹായിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ആത്മീയ വഴിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, തേനിൽ ശിഫയുണ്ട് എന്ന്. ശാരീരികമായ അസുഖങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചം നൽകാനും പഠനത്തിൽ ശ്രദ്ധ കൂട്ടാനും തേൻ മികച്ചൊരു മരുന്നാണ്. പടച്ചവനിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഖുർആനിലെ ചില സൂക്തങ്ങൾ അതിലോതി നാം മക്കൾക്ക് നൽകുമ്പോൾ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, ശുദ്ധമായ ഒരു കുപ്പി തേൻ വാങ്ങുക. എന്നിട്ട് വുളൂ ഒക്കെ ചെയ്ത് ഒരു ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തേനിൽ ഓതിക്കൊടുക്കുക. ആദ്യം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ 11 പ്രാവശ്യം ഓതി ഇശ്വി എന്ന് പറഞ്ഞ് ആ തേനിലേക്ക് ഊതുക. പിന്നെ ആയത്തുൽ കുർസി 11 പ്രാവശ്യം ഓതി ആ തേനിലേക്ക് ഇശ്വി എന്ന് പറഞ്ഞ് ഊതുക. മക്കളുടെ മറവി മാറാൻ സൂറത്തുൽ അഅലയിലെ സനുകുരിയുക ഫലാ തൻസ എന്ന വചനം 11 തവണ തന്നെ ചൊല്ലുക. എന്നിട്ട് ഇശ്വി എന്ന് പറഞ്ഞ് ആ തേനിലേക്ക് ഊതുക. അതുപോലെ ബുദ്ധി തെളിയാൻ സൂറത്തുൽ അംബിയായിലെ ഫഫഹംനാഹ സുലൈമാൻ എന്ന് തുടങ്ങുന്ന 79-ാമത്തെ ആയത്ത് 11 തവണ ഓതുക. എന്നിട്ട് ഇശ്വി എന്ന് പറഞ്ഞ് ഓതുക. കൂടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന റബ്ബി സിദ്നി ഇൽമ എന്ന സിക്റും മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തേടിയ റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന ദുആയും 11 തവണ വീതം ചൊല്ലി ആ തേനിൽ ഒന്ന് ഊതുക. അവസാനമായി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുകൂടി 11 തവണ ഓതുന്നതോടെ അള്ളാഹുവിൻ്റെ വലിയൊരു കാവലും ബർക്കത്തും ആ തേനിലേക്ക് വന്നു ചേരുകയാണ്. ഇതോടെ ആത്മീയമായ ആ വലിയൊരു ഔഷധം നമ്മുടെ മക്കൾക്കായി തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ തയ്യാറാക്കിയ തേൻ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ നിങ്ങളുടെ മക്കൾക്കൊന്ന് കൊടുത്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളുടെ മാറ്റം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. ഇതുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് കമൻറ്റിലൂടെ അറിയിക്കുക. അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് പലവിധ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരുപാട് സഹോദരങ്ങൾ കണ്ണീരോടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. മക്കളുടെ പഠനം മാത്രമല്ല, മാറാത്ത രോഗങ്ങൾ കൊണ്ടും തീരാത്ത കടബാധ്യതകൾ കൊണ്ടും വീട്ടിൽ അശാന്തി കൊണ്ടും ഹൃദയം നേറുന്ന എത്രയോ പേർ. അല്ലാഹുവേ, ആത്മീയ മരുന്നിലൂടെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിക്ക് നീ തെളിച്ചം നൽകണേ അല്ലാ. അറിവ് നൽകിയവരെ നീ ഉയർത്തണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ സങ്കടങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ടുള്ള എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. വീടുകളിൽ സമാധാനം ബറക്കത്തും നൽകണേ അല്ലാ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചുന്ന ഈ നല്ല വഴികളിലൂടെ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. ആമീൻ. സഹോദരങ്ങളെ, നാം കേൾക്കുന്ന ഇത്തരം നല്ല അറിവുകൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് വലിയൊരു പുണ്യമാണ്. നമ്മുടെ ഒരു ഷെയർ കാരണം ഏതെങ്കിലും ഒരു കുട്ടിക്ക് പഠനത്തിൽ താല്പര്യമുണ്ടാവുകയോ ഒരു കുടുംബത്തിന് ആശ്വാസം ലഭിക്കുകയോ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം പാരത്രിക ലോകത്ത് നമുക്ക് വലിയൊരു സമ്പാദ്യമായി അള്ളാഹു നൽകും. അതുകൊണ്ട് ഈ നല്ല അറിവ് ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് പ്രചരിപ്പിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അള്ളാഹു നമുക്കും നിങ്ങൾക്കും ഇതിനുള്ള അർഹമായ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ നന്മ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.